നിലവിൽ UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ അപകീർത്തികരമായ രീതിയിൽ സംസാരിക്കുക, പിന്നീട് UDF-നൊപ്പം ചേരണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധ്യമാകുമെന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അൻവർ എത്ര കരഞ്ഞാലും എത്ര വൈകാരികമായി സംസാരിച്ചാലും ഒക്കെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനായി ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് നിർത്തുമ്പോൾ ആ സ്ഥാനാർത്ഥിയെ പറ്റി അപകീർത്തികരമായി സംസാരിക്കുന്ന ആളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രചാരണം നടത്തുക എന്ന് പറയുന്നതിലൊരു വിചിത്ര സ്വഭാവമില്ലേ? വാർത്താസമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ അൻവറിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ PV അൻവറിൻ്റെ തുടക്കത്തിലത്തെ ഒരു പകുതിയോളം വാർത്താസമ്മേളനത്തിൻ്റെ ആദ്യ പകുതിയോളം അൻവർ ഒരു കീഴടങ്ങലിൻ്റെ സ്വരമാണ് പറഞ്ഞിരുന്നതെങ്കിൽ പിന്നീട് ചോദ്യങ്ങൾ ഉണ്ടായപ്പോഴാണ് അൻവർ പ്രകോപിതനായതും ആ വിഷയങ്ങളിൽ വൈകാരികമായ മറുപടി പറഞ്ഞതും. പക്ഷേ അതിനു മുൻപ് വരെ പ്രതിപക്ഷ നേതാവ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. അതോടൊപ്പം തന്നെ ഞാനും അതോടൊപ്പം ഈ ആര്യടൻ ഷൗക്കത്തും ഇന്നലെ ഒരു കല്യാണത്തിനുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ യാതൊരു പ്രശ്നവുമില്ല. 27,000-ന് മുകളിൽ വോട്ടിൽ ആര്യടൻ ഷൗക്കത്ത് വിജയിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ വാർത്താസമ്മേളനത്തിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോഴും എന്താണ് അൻവർ പടിക്ക് പുറത്ത് നിൽക്കുന്നത്, ആരാണ് തടസ്സം നിൽക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് അൻവർ ഇങ്ങനെ VD സതീശനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ കടുത്ത അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അൻവർ ഇപ്പോൾ വീട്ടിലുണ്ട്. അല്പസമയത്തിനകം അൻവർ വീടിന് പുറത്തേക്ക് ഇറങ്ങും. ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ അൻവറിന്റെ രാവിലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം പിന്നീട് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഉണ്ടായി. അതോടൊപ്പം തന്നെ KC വേണുഗോപാലിന്റെ പ്രതികരണം ഉണ്ടായി, കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഉണ്ടായി, ഏറ്റവും ഒടുവിൽ സണ്ണി ജോസഫിന്റെ പ്രതികരണവും വരികയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അൻവറിന് ഇനി എന്താണ് ഈ നേതാക്കന്മാരുടെ പ്രതികരണം വന്ന ശേഷം എന്താണ് പറയാനുള്ളത് എന്നുകൂടി വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതുണ്ട്. അല്പസമയത്തിനകം ആ പ്രതികരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അടൂർ പ്രകാശ് VD സതീശനുമായി അല്പസമയത്തിനകം ഒരു കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ്. ആ കൂടിക്കാഴ്ചയിലും ഈ ഒരു വിഷയം പ്രധാനമായി ഉയർന്നു വരും. അൻവറിനെ പൂർണ്ണമായി ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം വരുന്ന നേതാക്കളുടെ നിലപാട്. അതോടൊപ്പം തന്നെ ലീഗിനും അത്തരമൊരു നിലപാടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അൻവറിനെ പൂർണ്ണമായി തള്ളാൻ പാടില്ല, അൻവറിനെ ഒപ്പം നിർത്തി കൊണ്ടുപോകണം. 3-ാം തീയതി UDF-ന്റെ യോഗം നടക്കുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് അൻവർ തുടർച്ചയായി നടത്തുന്ന ഈ പ്രതികരണങ്ങൾ, ആ പ്രതികരണമൊക്കെ നിർത്തിവെക്കാൻ ഒരുപക്ഷെ അൻവറിനോട് ആവശ്യപ്പെട്ടേക്കാം. പിന്നീട് തീരുമാനിക്കാം, നമുക്ക് ഒന്നിച്ചു പോകാം എന്നൊരു നിലപാടായിരിക്കാം അൻവറിനെ അറിയിക്കാൻ പോവുക. പക്ഷേ അൻവറിന്റെ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷ നേതാവിനുള്ളത്. കൃത്യമായി കാര്യങ്ങളെല്ലാം അൻവറുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും അൻവർ പറയുന്നത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവ് തന്നെ വഴിയിൽ നിർത്തിയിരിക്കുകയാണ്, ഉടുതുണി അഴിച്ച് വഴിയിൽ നിർത്തി തെരുവിൽ ഇറക്കി വിട്ടിരിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് രാവിലെ അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ VD സതീശൻ ഒറ്റപ്പെടുന്നു എന്ന രീതിയിൽ വേണമോ നമ്മൾ വായിക്കാൻ? അതോ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇതിനിടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കുമ്പോൾ വലിയ വിജയം കോൺഗ്രസിന് UDF-ന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ചേലക്കരയിൽ മാത്രമാണ് അവിടെ എന്തുകൊണ്ട് എന്നുള്ളത് നമുക്കറിയാം. അവിടെ കാലങ്ങളായിട്ട് അത് LDF-ന്റെ മണ്ഡലമാണ്. ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ വിജയിച്ചു വരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഏറ്റവും വലിയ ചുക്കാൻ പിടിച്ചത് സതീശനാണ് എന്നതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. അങ്ങനെ ഒരു അപ്രമാദിത്വമുള്ള ഒരു നേതാവായി സതീശൻ കോൺഗ്രസിൽ UDF-ൽ ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത്? ഉപതെരഞ്ഞെടുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിൽ VD സതീശന് മറ്റ് നേതാക്കന്മാർ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല, അതിലൊരു പ്രത്യേക കഴിവുണ്ട് എന്ന കാര്യം അംഗീകരിച്ചേ മതി. അതുപോലെ തൃക്കാക്കരയിലാണെങ്കിലും പുതുപ്പള്ളിയിലാണെങ്കിലും പാലക്കാടാണെങ്കിലും അത് കണ്ടതാണ്. VD സതീശൻ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന തീരുമാനങ്ങൾ എടുക്കുന്നു. അതിൽ VD സതീശന് പിന്നിൽ ശക്തമായ ഒരു ടീമുണ്ട്. ആ ടീം എന്ന് പറയുന്നത് ഗ്രൂപ്പുകൾക്കൊക്കെ അതീതമായുള്ള ഒരു യുവനിരയുണ്ട്. ആ യുവനിരയുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അൻവറിൻ്റെ ചെറിയ പടലപ്പിണക്കങ്ങൾ കൊണ്ട് പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമായിരിക്കും ഒരുപക്ഷെ VD സതീശൻ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അൻവർ 2 വട്ടം മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. സാക്ഷാൽ ആര്യാടൻ്റെ പിൻഗാമിയായി വന്ന 2 പേർ, VV പ്രകാശിനെ പോലെ ഏറ്റവും ജനകീയനായ ഒരാൾ, അതോടൊപ്പം തന്നെ ആര്യാടൻ്റെ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് തന്നെ ഒരു വട്ടം മത്സരിച്ച സമയം. അങ്ങനെ ഉള്ളപ്പോൾ പോലും സ്വതന്ത്രനായി വന്ന് CPM-ന്റെ പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു എന്നതൊക്കെ ശരിയാണ്. പക്ഷേ ആ പിന്തുണയ്ക്കൊക്കെ അപ്പുറത്തേക്ക് അൻവറിന് മണ്ഡലത്തിൽ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. ഇപ്പോൾ CPM വിട്ട് പുറത്തേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷവുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി അൻവറിന് അത്രത്തോളം സ്വാധീനമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ സംശയമാണ്. പക്ഷേ അൻവർ ഈ മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കോൺഗ്രസിൽ നിന്നും ഇറങ്ങി പോന്ന അന്ന് മുതൽ അൻവർ ഈ മണ്ഡലത്തിൽ പണിയെടുക്കുന്ന ആളാണ്. അൻവർ സജീവമായി രംഗത്തുള്ള ആളാണ്. അതിനാൽ തന്നെ അൻവറിന് ആളുകളുമായി കൃത്യമായ ബന്ധമുണ്ട്.